ഓ, അവർക്ക് വിളിക്കാൻ കണ്ടൊരു സമയം. ഹലോ. ഡീ, ഇപ്പൊ സ്കൈപ്പ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ലുലു മാർക്കറ്റിൽ നിൽക്കുക. ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ചേട്ടാ, ഈ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാ നാട്ടിലേക്ക് വിളിക്കുന്നത്? എടാ, നീ അകത്താരോടെങ്കിലും പോയി ചോദ്യര്. ചേട്ടാ, ഒന്ന് പറഞ്ഞു തരാമോ? എടാ, ഒന്ന് പോ, ഞാനോ കുറച്ച് തിരക്കിലാ. ഹലോ. ഹലോ അമ്മേ. മോനെ, നീ എന്താണ് ഇതുവരെ വിളിക്കാഞ്ഞേ? മോന്റെ വിവരമൊന്നും അറിയാതെ അമ്മ എത്ര വിഷമിച്ചെന്ന് അറിയോ നിനക്ക്? അത് അമ്മേ, സിം കാർഡ് കിട്ടിയത് ഇന്നാ. അതെയോ? മോൻ കൂടെയുള്ളവരൊക്കെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു വരുന്നു. മോൻ വിളിക്കാതെ അമ്മ പേടിച്ചിരിക്കുകയായിരുന്നു. മോനെവിടെ സുഖാണോ? താമസമൊക്കെ എങ്ങനെ? കുഴപ്പമില്ലമ്മേ. പിന്നെ മാളവൻ എങ്ങനെയുണ്ട്? അവൾ എന്നെ തിരക്കാറുണ്ടോ? എപ്പോഴും ചേട്ടൻ വിളിച്ചോന്ന് ചോദിക്കും. പാവം. പിന്നെ അടുത്ത ആഴ്ച അവളെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അമ്മയുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ലടാ. എനിക്ക് ശമ്പളം കിട്ടാറായില്ലമ്മേ. അമ്മേ, ഞാൻ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് പണം ചോദിച്ചു നോക്കാം. മോനൊന്ന് ചോദിച്ചു നോക്ക്. അല്ലാതെ നമ്മളെ ആരാ സഹായിക്കാൻ? അത് കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ അയച്ചു തരാം. മോനെ. എന്നാ ശരി അമ്മേ. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
പറഞ്ഞു എന്ത് അടി ഇത് കാണിക്കും, നീ എന്ത് പറഞ്ഞാലും പറഞ്ഞ നീയാ പോടി. രാജേഷേ, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ശരിയാക്കാം. ഞാൻ ശരിയാക്കാം. വാ ശരിയാക്കാം. എന്താ നിന്റെ പ്രശ്നം? അതൊക്കെ നീ എനിക്ക് വിട്ടേര്, ഞാൻ ശരിയാക്കാം. സമാധാനിക്കും, പേടിക്കണ്ട, ശരിയാക്കി തരാം. ഞാനെന്താ പറയണേ? എപ്പോഴും ചേട്ടൻ വിളിച്ചോ എന്ന് ചോദിക്കും, പാവം. പിന്നെ അടുത്ത ആഴ്ച അവളെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അമ്മയുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ലടാ. ചേട്ടാ, എനിക്ക് എന്നാ ഒന്നും നടക്കാനാവുക? ചേട്ടനെ പോലെ നടക്കാൻ എനിക്കും കൊതിയാവുന്നു.
നിനക്കും കോള് വന്ന് തുടങ്ങിയോടെ? അയ്യോ, ആദ്യം നീ ആ മൊബൈൽ ഒന്ന് മാറ്റി പുതിയ ഒരെണ്ണം വാങ്ങ്, എന്നിട്ട് FB-യിൽ ഒരു അക്കൗണ്ട് എടുക്ക്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പ്രേംനസീർ മരിച്ചതുപോലെ അറിഞ്ഞിട്ടില്ല, പിന്നല്ലേ FB അക്കൗണ്ട്. FB എന്താ? അല്ല ബാങ്ക് അക്കൗണ്ട് ആണോ? FB എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ്. ഇതൊന്നും അറിയാത്ത മണ്ടൻ. എടാ, ഇനി എന്നാടാ നിനക്കൊരു മാറ്റം വരുന്നത്? കഷ്ടം. ഹലോ രതീഷ്, ഹലോ, എവിടെയാടാ നീ? നമ്മളെയൊക്കെ മറന്നോ? ഒരു വിവരമില്ലല്ലോ. എന്തുണ്ടടാ നാട്ടിൽ വിശേഷം? നമ്മുടെ ഗ്യാങ് എല്ലാം ഇപ്പോഴും എത്തും. എന്താടാ വിശേഷിച്ച്? നമ്മുടെ ക്ലബിന്റെ കമ്മിറ്റിയാണെന്ന് ഈ വർഷത്തെ പ്രോഗ്രാം ഗംഭീരാക്കണമെന്ന എല്ലാവരുടെ അഭിപ്രായം. ഞങ്ങൾ ഇന്നും നിന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്ത്? ഈ സമയം നീ കൂടെ ഇവിടെ വേണമായിരുന്നു. നമ്മൾ ഒത്തുകൂടാനുള്ള
ഇതുപോലുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നിന്നെ കുറിച്ച് പറയാൻ എല്ലാവർക്കും നേരമുണ്ട്. എന്നാടാ നീ തിരിച്ചു വരുന്നത്? ഇനി അല്ലെങ്കിൽ ഇതൊക്കെ ഓർമ്മകളായി തന്നെ മാറും. ആ ഓർമ്മകളുടെ പച്ചപ്പിലാണടാ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ ഒത്തുകൂടാറുള്ള സ്കൂൾ മുറ്റവും അമ്പലക്കുളവും ഇതൊക്കെ തന്നെയാണടാ എൻ്റെ മനസ്സിലെപ്പോഴും. എന്താ നിനക്കവിടെ സുഖം തന്നെയല്ലേടാ? എന്ത് സുഖം! നമുക്ക് നമ്മുടെ നാട് തന്നെ സുഖം. ഇവിടെ നമ്മളെ തിരിച്ചറിയുന്ന കൂട്ടുകാരല്ല, ഇന്റർനെറ്റിനെ പ്രണയിക്കുന്ന കൂട്ടുകാർ, അത്ര തന്നെ. എന്താടാ എന്തെങ്കിലും പ്രശ്നം? ഒന്ന് തുറന്നു സംസാരിക്കാൻ പോലും എനിക്കിവിടെ ആരുമില്ല. എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് എൻ്റെ പേര് പോലും അറിയുമോ എന്ന് എനിക്ക് സംശയമാണ്. വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞിരുന്ന ആ കാലം ഇനി എനിക്കെന്നാണ് തിരിച്ചു കിട്ടുക? അതൊന്നും ഒരു നഷ്ടപ്പെടലുകളല്ലടാ. എല്ലാം ഇവിടെ തന്നെയുണ്ട്. നീ ഒന്ന് സമാധാനിക്ക്. You do not have enough credit to make this call. Please recharge your account. ചേട്ടാ, ഒരു കോളിംഗ് കാർഡ്. അയ്യോ, കോളിംഗ് കാർഡില്ലല്ലോ. ഇയാളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വാട്സപ്പ് നമ്പർ എന്താ, ഞാൻ മെസ്സേജ് അയച്ചു തരാം. വാട്സപ്പോ? അതെനിക്കില്ല. അയ്യേ, വാട്സപ്പ് ഇല്ലേ? എന്താണ് ഭായി? എന്നാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ഒന്ന് നിന്നേ. പിന്നെ നീ ആ റൂമിലുള്ള രാജേഷിനോട് പറയണം മെസ്സിലെ പൈസ എത്തിച്ചേക്കാൻ. ഓ ശരി. മോളെ, ഞാൻ നെറ്റ് റീചാർജ് ചെയ്തിട്ട് ഓൺലൈനിലേക്ക് വരാം. ചേട്ടാ, നെറ്റ് കാർഡ് വന്നോ കടയില്? നെറ്റ് നെറ്റ് നെറ്റ്, നിനക്കൊന്നും വേറെ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ലേ? ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വേണം, ആവശ്യത്തിന്. സ്വന്തം കൺമുന്നിലെ കാഴ്ചകളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ പഠിക്കാതെയും. ഇതിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? എന്താ എന്തു പറ്റി രാജേഷേ? എനിക്കെന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ. നീ കുറച്ച് ചൂടുവെള്ളം വേണം. ഞാനിപ്പോ കൊണ്ടുവരാം. ചായ? ഇനി ചായ വേണ്ട, അവൾ ഓൺലൈനിലെത്തി. വിരലുകൾ സംസാരിക്കുന്ന ഈ യുഗത്തിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും നിലനിർത്താനുള്ള തത്രപ്പാടിൽ നെറ്റ്വർക്ക് സൈറ്റുകളിലേക്ക് ചേക്കേറുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കുന്നു: മുഖാമുഖമുള്ള സംഭാഷണത്തിനും സൗഹൃദത്തിനും. ഗുഡ് ബൈ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.